ഹായ് ഓൾ. നമ്മളെ സംബന്ധിച്ചിപ്പം വളരെ വളരെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്. നീറ്റിൻ്റെ റിസൾട്ട് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ജൂൺ 4-ാം തീയതി റിസൾട്ട് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാനുള്ള വക പതിവ് പോലെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം എന്നോടൊപ്പം എൻ്റെ വിദ്യാർത്ഥി സമൂഹത്തിലെ പ്രിയ 3-4 വിദ്യാർത്ഥിനികൾ ഉണ്ട്, 3 പേരുണ്ട്. അവർ നമ്മുടെ റേസിലെ എയിംസ് ബാച്ചിൽ പഠിച്ചിരുന്ന കുട്ടികളാണ്. അപ്പോൾ എന്നോടൊപ്പം ആദ്യ ആളെ പരിചയപ്പെടുത്താം. ഇതാണ് സ്മിഷ, നമ്മുടെ ടോപ്പർ. 710 ഔട്ട് ഓഫ് 720 മാർക്സ് കിട്ടിയത്. സ്മിഷ, കൺഗ്രാറ്റ്സ്. അപ്പുറത്ത് നാദിയ ഷെറിനുണ്ട്, 696 മാർക്ക്, 696 മാർക്സ്. ആൻഡ് ആദില ഈസ് ദർ, 690 മാർക്സ്. അപ്പോൾ 3 പേരെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അവരുമായിട്ട് പരീക്ഷയെക്കുറിച്ചും ഒക്കെ ഒന്ന് സംസാരിക്കാം. പരീക്ഷയുടെ റിസൾട്ടിനെ കുറിച്ച്, റിസൾട്ട് വന്നതിൻ്റെ അവരുടെ സന്തോഷങ്ങളെക്കുറിച്ച് എല്ലാം നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സ്മിഷയിൽ തന്നെ തുടങ്ങാം. അപ്പോൾ റിസൾട്ട് വന്നല്ലോ, ഉഷാറായില്ലേ? റിസൾട്ട് വന്നപ്പോൾ എന്ത് തോന്നി? തീർച്ചയായിട്ടും സന്തോഷം തോന്നി, വളരെയധികം സന്തോഷം തോന്നി. പക്ഷേ ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ. അതായത് എനിക്ക് തോന്നണത് നീ പരീക്ഷയുടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ നിന്നെ വിളിക്കുകയും ചെയ്തിരുന്നു, ഇല്ലേ? എന്നോട് പറയാണ്ട് പോയതിന്, ഇല്ലേ? അന്ന് കുഴപ്പമില്ല, റിസൾട്ട് വന്ന് ഉഷാറായില്ല, അതുകൊണ്ട് സാരമില്ല. ആദ്യം ചോദിക്കട്ടെ, വീട്ടിൽ എല്ലാവരും എന്ത് പറഞ്ഞു റിസൾട്ട് വന്നപ്പോൾ? നിനക്ക് തീർച്ചയായിട്ടും സന്തോഷമുണ്ട്, നമുക്കൊക്കെ സന്തോഷമുണ്ട്. വീട്ടില് പേരൻസും പിന്നെ നിനക്ക് സിബ്ലിങ്സ് ആരൊക്കെയുള്ള? ചേട്ടനോ? അവരൊക്കെ എന്ത് പറഞ്ഞു? അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. സന്തോഷമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എക്സ്റ്റസിയിൽ വേണമല്ലോ. സാധാരണ സന്തോഷമല്ലോ ഉണ്ടാവണ്ടേ, അല്ലേ? 2020 വർഷത്തെ റിസൾട്ടിൽ ഐഷയ്ക്ക് കിട്ടിയ മാർക്കാണ്. ഐഷയോടൊപ്പം നീ എത്തി. പിന്നെ റാങ്കിന്റെ കാര്യത്തിൽ മാത്രം ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പൊ ചെറിയ അതിനെ സംബന്ധിച്ചുള്ള ചില വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നീ എന്തായാലും അന്ന് ഐഷയ്ക്ക് കിട്ടിയ മാർക്കാണ് നീ പ്രാവശ്യം സ്കോർ ചെയ്തേക്കുന്നത്. അപ്പം വൺസ് അഗൈൻ ഐ എം കൺഗ്രാജുലേറ്റിംഗ് ഓൺ മൈ പേഴ്സണൽ ബിഹാഫ് ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ഹോൾ റേസ് ഫാമിലി, കേട്ടോ. നിനക്ക് ഇതിന്റെ പ്രതീക്ഷയ്ക്ക് ഒത്തുള്ള മാർക്കാണോ, അതല്ലെങ്കിൽ അതിൽ കുറവാണോ, അതല്ലെങ്കിൽ അതിൽ കൂടുതലാണോ കിട്ടിയത്? പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പോ ഞാൻ വിചാരിച്ചു എക്സാം എളുപ്പമായിരുന്നു, പക്ഷെ കെയർലെസ് മിസ്റ്റേക്ക് നല്ല ഉണ്ടാക്കാൻ സാധ്യത ഉള്ളത് എളുപ്പമുള്ള എക്സാമിലുണ്ടോ. അപ്പൊ ഞാൻ അങ്ങനെ നല്ല കെയർലെസ് ഉണ്ടാവുന്ന വിചാരിച്ചത്. പിന്നെ കീ നോക്കിയപ്പോ അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല, അപ്പൊക്കൊരു ആശ്വാസം തോന്നി. അപ്പൊ കീ നോക്കിയപ്പോ നമ്മൾ അത്രയ്ക്ക് കെയർലെസ് ആയില്ല എന്ന് മനസ്സിലായി, അല്ലേ? പക്ഷെ എന്നാലും കെയർലെസ് ആയി. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 2 കൂടി ശരിയാക്കാതിരുന്നില്ലേ, അല്ലേ? അപ്പം ഈ പറഞ്ഞ 721 720 കിടപ്പിൽ അത് സാരമില്ല. നീ ഏതൊക്കെ രീതിയിലാണ് ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടത്? പിന്നെ ക്ലീഷയായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നാലും ഞാൻ പറയാം. പിന്നെ ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻസ് വേണ്ടി അല്ലെങ്കിൽ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരാം. പൊതുവിൽ നീ നന്നായിട്ട് എല്ലാ സമയത്തും ചെയ്യുന്ന സബ്ജക്റ്റ് ഏതാണ്? ആ സബ്ജക്റ്റ് നിനക്ക് ഈ പരീക്ഷയ്ക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിച്ചോ? എനിക്ക് ബയോളജിയാണ് എപ്പോഴും നല്ല പേടിയുള്ളത്. നല്ല തെറ്റിക്കോ എല്ലാവരും ബയോളജി ആണ് ഈസി എന്നാണല്ലോ പറയാ. മാർക്ക് ഉണ്ടെങ്കിലും തെറ്റിക്കാൻ നല്ല സാധ്യത ഉള്ളതായിട്ടാണ് തോന്നിയത്. പിന്നെ ഫിസിക്സ് വലിയ കുഴപ്പമില്ല. കെമിസ്ട്രി നല്ല പേടിണ്ടായിരുന്നു. നല്ല കെയർലെസ് ഞാൻ വരുത്താറുള്ളത് കെമിസ്ട്രിയിലാണ്. ഇവിടെ നടന്ന എല്ലാ എക്സാമിലാണ് എനിക്ക് കെമിസ്ട്രി ആണ് ഇത്തിരി ഭിന്നിക്കുണ്ടായിരുന്നത്. അപ്പൊ കെമിസ്ട്രി നല്ല പേടിച്ചായിരുന്നു. ലാസ്റ്റ് ടൈമിക്ക് ഞാൻ കെമിസ്ട്രി നല്ല നോക്കുകയും ചെയ്തത്. ഈ വീട്ടിൽ പോയ ടൈമിൽ തിയറി ഒക്കെ ആണെങ്കിലും നല്ലപോലെ നോക്കിയിരുന്നു. പരീക്ഷ കഴിഞ്ഞപ്പം ഇതിന്റെ നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ മാർക്ക് എടുക്കുമ്പോൾ സ്ഥിതി എങ്ങനെയാ? ഏതിലാണ് എനിക്ക് ഈ 10 മാർക്സ് നഷ്ടപ്പെട്ടത്? ഫിസിക്സ് ഒന്ന് തെറ്റി, കെമിസ്ട്രി ഒന്ന് തെറ്റി, ബയോളജി ഫുള്ളുമായി. അത് കൊള്ളാം. ഈ ലാസ്റ്റ് സമയമായിരുന്നപ്പം നമ്മളൊരു പരീക്ഷ നടത്തിയല്ലോ. അതായത് ഈ സമയം ലിമിറ്റ് ചെയ്തുകൊണ്ട് ഫിസിക്സിന് ഇത്ര സമയം, കെമിസ്ട്രിക്ക് ഇത്ര സമയം, ബയോളജി ഇത്ര സമയം കൊണ്ട് ചെയ്യാം. അപ്പം സത്യത്തിൽ ആ സമയത്ത് എന്നെയും ജെസിയ മിസ്സിനെയൊക്കെ വിളിച്ചതാ നമ്മുടെ ഋത്തിക്കൊക്കെ ഉൾപ്പെടെയുള്ളവർ ഇത് വേണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. പിന്നെ ഋത്തിക്ക് എന്നോട് ഞാൻ അവന്റെ ഹോസ്റ്റലിൽ ചെന്നപ്പോൾ പറഞ്ഞു, അത് കുഴപ്പമില്ല സാർ, ഇപ്പൊ ഉഷാറായി, ഇപ്പം നമുക്കൊരു ബോധ്യം വന്നു എന്നൊക്കെ. ഇവിടെ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയ എക്സാമുകൾ തന്നെയാണ്. തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഡെയിലി എക്സാം ആണെങ്കിലും പിന്നെ അതിനുശേഷം മൊഡ്യൂൾ എക്സാം തുടങ്ങിയപ്പോഴും അത് മൊഡ്യൂൾ ആകുമ്പോൾ ഓരോരോ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞ് ഫുൾ ടോപ്പിക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഈ സിസ്റ്റം വെച്ചിട്ടുള്ളത് ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ടൈമൊക്കെ മാനേജ് ചെയ്യാൻ എളുപ്പമാക്കി ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ. ഹോസ്റ്റലിലെ പഠിത്തമൊക്കെ എങ്ങനെയായിരുന്നു? ഹോസ്റ്റലിൽ സ്റ്റഡി ടൈമും സ്റ്റഡി ഹോളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, നല്ലതായിരുന്നു.
ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയണ ഒരു കാര്യം, അൺലെസ് ആൻഡ് അൺടിൽ വി ആർ ഡിസിപ്ലിൻഡ് അല്ലേ, നമ്മൾ ഡിസിപ്ലിന് നമുക്കൊരു അംബീഷനും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതേ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചത്, ഇപ്പോൾ ഹോസ്റ്റലിലേക്കൊക്കെ വരുന്ന കുട്ടികൾ പിന്നെ വീട്ടിലെ സൗകര്യങ്ങളും വീട്ടിലെ സന്തോഷങ്ങളും ഒക്കെ പ്രതീക്ഷിച്ച് ഹോസ്റ്റലിലേക്ക് വരും. പക്ഷേ ഹോസ്റ്റലിൽ അത് തീർച്ചയായിട്ടും ഒരു പഠിത്തത്തിൻ്റെ അന്തരീക്ഷമാണ്. അപ്പം ആ പഠിത്തത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് പോകുന്നവർക്കാണ് വാസ്തവത്തിൽ നിങ്ങളെല്ലാവരെയും പോലെയുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പഠിത്തത്തിൽ തന്നെ ഫോക്കസ് ചെയ്തല്ലേ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നതെന്ന് ചോദിക്കാനുള്ള കാര്യം അതാണ്. നാദിയ, അതിൻ്റെ ഉപ്പയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ഉപ്പ വളരെ സന്തോഷത്തോടുകൂടി എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. റേസിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് അവൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയത്, അതുകൊണ്ട് സന്തോഷം, നന്ദി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞതിൻ്റെ തീർച്ചയായിട്ടും നിൻ്റെ എഫേർട്സാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. നീയൊക്കെ പഠിക്കണത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് പറയാം. റേസിലേക്ക് എങ്ങനെ എത്തിയത്? ഞാൻ റിപ്പീറ്റ് ചെയ്യുക, +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതിൽ തന്നെയായിരുന്നു. ഒരു വട്ടം കൂടി ചെയ്ത് നോക്കാം അങ്ങനെ. അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാ ഇതും അന്വേഷിച്ച് നോക്കിയപ്പോൾ യൂട്യൂബിലൊക്കെ റേസിൻ്റെ ഇതൊക്കെ നോക്കി, പിന്നെ അവിടെ പഠിച്ചവരോട് ചോദിച്ച്, അപ്പം അങ്ങനെ കസിൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ അവരോട് ചോദിച്ച് അങ്ങനെ റേസൊക്കെ വന്നതാണ്. ഇപ്പോൾ ചില കുട്ടികളൊക്കെ പറയണം 4ാം ക്ലാസ് മുതൽ എനിക്ക് ഇതായിരുന്നു ആഗ്രഹം എന്നൊക്കെ. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം വെച്ചിട്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഫോക്കസ്ഡായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളവരുണ്ട്. നീ ഇത് ഡോക്ടറാവണമെന്ന് തീരുമാനിക്കാൻ കാര്യം എന്താ? ഞാൻ ഈ ചെറുപ്പം മുതൽ ഈ ഡോക്ടർ അങ്ങനെ ഒന്നുമല്ല. എനിക്ക് സയൻസ് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഈ സയൻസ് ഫീൽഡിൽ തന്നെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ റിസർച്ച് അങ്ങനെയൊക്കെയായിരുന്നു ആദ്യമൊക്കെ. പിന്നെ +1 നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഡോക്ടർ ഇതാവണം. പിന്നെ പക്ഷെ ഞാൻ അധികം ഇങ്ങനെ ബോർഡ്സിലായിരുന്നു കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അതിപ്പോൾ ഞാൻ റിഗ്രറ്റ് അല്ല, കുറച്ചുകൂടി അതിൽ നോക്കിയാൽ ഇപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു +2 കഴിഞ്ഞിട്ട്. പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തു, പിന്നെ റിപ്പീറ്റ് ചെയ്തപ്പോൾ കിട്ടി. അങ്ങനെ ഉപ്പ ഗൾഫിലാന്ന് പറഞ്ഞു. പിന്നെ ആരൊക്കെ ഉണ്ട്? പിന്നെ ഉമ്മ, പിന്നെ 2 അനിയത്തിമാര്. അപ്പൊ നീ വല്യേച്ചിയാ അല്ലേ? അപ്പൊ അവർക്കൊരു മാതൃകയാണ്. അവരൊക്കെ എങ്ങനെ, അവരുടെയൊക്കെ ആഗ്രഹം എന്താണെന്നുള്ളതല്ലോ പറഞ്ഞു. അവർ ചെറിയ ക്ലാസ്സിലാണ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? ഒരാള് +2 കഴിഞ്ഞു, ഒരാള് 10th ഇപ്പോ. അപ്പൊ +2 കാരിയുടെയൊക്കെ ആഗ്രഹം എന്താ പറഞ്ഞേക്കണേ? നിന്റെ പോലെ തന്നെ അവള് വേറെ ഫീൽഡിൽ, അങ്ങനെ വേറെ ആദ്യം കണ്ടുവെച്ച് ഇങ്ങനെ റിസർച്ച് അങ്ങനെ എന്തെങ്കിലും പോവാം. എന്നിട്ട് അവരൊക്കെ എന്ത് പറഞ്ഞു? ഉമ്മയൊക്കെ എന്ത് പറഞ്ഞു? ഉപ്പ ഏതായാലും പറഞ്ഞു. ഉപ്പ എനിക്ക് എന്നെ നേരിട്ട് തന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. ഉമ്മയൊക്കെ എന്ത് പറഞ്ഞു? ഉമ്മ ഭയങ്കര ഹാപ്പിയാണ്. ഉമ്മ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ മാർക്ക് കൗണ്ട് ചെയ്തപ്പോൾ തന്നെ ഉമ്മ ഭയങ്കര ഹാപ്പിയായിരുന്നു. നീ പ്രതീക്ഷിച്ച മാർക്ക് ഇതായിരുന്നു, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ കിട്ടുമായിരുന്നു? ഞാൻ എക്സാം എഴുതിയോണ്ട് നിൽക്കുമ്പോൾ ഒരു ഈസി ഇതിൽ തന്നെയാണ്. ഇപ്പം നമ്മൾ അത്രക്കും മൊഡ്യൂൾ എക്സാം ആയാലും മോക്ക് ടെസ്റ്റൊക്കെ അത്രക്കും എഴുതിയിരിക്കണം. അത് തന്നെ ഞാൻ എക്സാമിൻ്റെ തലേന്ന് മോക്ക് ടെസ്റ്റിൻ്റെ പേപ്പറൊക്കെ ഇത്ര ഉണ്ട്. അപ്പോൾ നമുക്ക് എഴുതിയിരിക്കണം, ഇനിയിപ്പോൾ നീറ്റ് പോയി എഴുതിയാൽ മതി, അങ്ങനെയായിരുന്നു. അപ്പോൾ നീറ്റ് എഴുതിയപ്പോൾ നമുക്ക് വലിയ പേടിയൊന്നുമില്ല. ഇനി അവിടുത്തെ മോക്ക് ടെസ്റ്റ് എഴുതുന്ന പോലെ തന്നെ സാധാ പോലെ എഴുതിയെന്നാണ് എനിക്ക് തോന്നി. ലൈക്ക് അവസാനം ഒന്നും ടെൻഷനൊന്നും ആയിട്ടില്ല, സാധാ പോലെ എഴുതി പോന്നു. പിന്നെ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ 650 എബോവ് ഉണ്ടാവും, ഞാൻ 600 ക്രോസ് ചെയ്തിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് നിന്ന്. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് കീ ഒക്കെ നോക്കിയത്. പിന്നെ അങ്ങനെ കുഴപ്പമില്ലാത്ത ഞാൻ ഒന്നും നോക്കിയിട്ടേ അവിടെ വെച്ചിട്ട് പിന്നെ കുറച്ചേരം അവന് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ 696 എത്ര മാർക്ക് പോയി? 24 മാർക്സ് അല്ലേ? 24 മാർക്സിൽ എത്ര തെറ്റി? ഏതിലേക്കാണ് തെറ്റ് വന്നത്? ഞാൻ എല്ലാത്തിനും തെറ്റി. ഫിസിക്സും കെമിസ്ട്രി ഒന്ന് തെറ്റി, ഫിസിക്സ് ഒന്ന് തെറ്റി, ഒന്ന് ലെഫ്റ്റ്, അങ്ങനെ ഉള്ളത്. ബയോളജി ഞാൻ 2 തെറ്റിച്ചിരുന്നു. പക്ഷെ അത് പിന്നെ ബയോളജി അല്ലെങ്കിൽ എനിക്ക് ഇവിടെ പോലെ തന്നെ കെയർലെസ്നെസ് വരുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു ടൈമിൽ നമ്മളൊരു ഇതല്ലേ, പിന്നെ അങ്ങനെ. പക്ഷെ എനിക്ക് കെമിസ്ട്രി പൊതുവേ ടഫായിരുന്നു. പക്ഷെ നീറ്റ് അങ്ങനെയൊക്കെ അങ്ങനെ വലിയ ടഫായി തോന്നിയില്ല. ലൈക്ക് സാധാ പോലെ എഴുതി വന്നു. ഇവിടുത്തെ എക്സാമിന് കെമിസ്ട്രിക്ക് എനിക്ക് കുറയല്. അപ്പോൾ ഫിസിക്സ് കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സ് പിന്നെ ഞാൻ ആദ്യം മുതലേ ഫിസിക്സിൽ കുറച്ച് ഫോക്കസ്ഡ് ചെയ്യുന്നു. കാരണം അതിന് മുന്നത്തെ എക്സാമിന് അറിയാം ഫിസിക്സിൽ ഞാൻ കുറച്ച് റെഡി ആക്കാണ്ട്. ബാക്കി കെമിസ്ട്രിയും കുഴപ്പമില്ല, അതിനൊപ്പം പോകുന്നു. പിന്നെ ഫിസിക്സ് ഞാൻ കുഴപ്പമില്ലായിരുന്നു, എനിക്ക് അങ്ങനെ വലിയ പേടിയില്ലായിരുന്നു. റേസിൻ്റെ പ്രോഗ്രാംസ്, നമ്മുടെ എയിംസ് ബാച്ചിൻ്റെ പരിപാടികളൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? വി ടുഗദർ വെയർ ട്രാവലിംഗ് അല്ലേ? നമ്മളെല്ലാവരും ഒരുമിച്ചാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ യാത്ര? നിനക്ക് ഫീൽ ചെയ്തത് നമ്മുടെ പ്രോഗ്രാംസ്, നമ്മുടെ ക്ലാസ്സസ്, ടീച്ചേഴ്സ്, പിന്നെ മെറ്റീരിയൽസ്, കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞ്.
നീ അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിച്ചത്? ക്ലാസ്സസ് ഒക്കെ ഞാൻ ഇങ്ങനെ കൺസെപ്ച്വലി ക്ലിയർ ആക്കി തന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും. അപ്പോൾ പിന്നെ ഇങ്ങനെ അപ്പോൾ തന്നെ ഇവരെ നോട്ട് വെച്ചിട്ട് തന്നെ നമ്മൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കും. പിന്നെ മെൻറ്ററത്തെ നോട്ട് തന്നെ എനിക്ക് ഫിസിക്സിനൊക്കെ നല്ല ഉപയോഗം വന്നിട്ടുണ്ടായിരുന്നു. അതിലിപ്പം സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ചോദിച്ചാൽ ഫിസിക്സിന് തന്നെ നല്ല ഒരു പക്ക ക്ലിയർ ആയി കൊടുത്ത പോലെ തോന്നിയിരുന്നു. അപ്പോൾ ഞാൻ അതന്നെ ഷോർട്ട് നോട്ടൊക്കെ എഴുതി, അത് ഫുള്ളല്ല, ലൈക്ക് ആവശ്യമുള്ളതൊക്കെ എഴുതി. അങ്ങനെ അതൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു ഈ മെൻറ്റർ. പിന്നെ എയിംസിൻ്റെ മെറ്റീരിയലൊക്കെ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ലൈക്ക് അത് ഈ എക്സാക്ട് സെയിം പാറ്റേൺ തന്നെ നീറ്റിന് വന്നത്. സെയിം ക്വസ്റ്റ്യൻ അങ്ങനെ പറയില്ല, പക്ഷേ സെയിം പാറ്റേൺ നമുക്ക് കണ്ടു പരിചയമുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് നീറ്റിന് വന്നത്. അതൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ആ എയിംസിൻ്റെ മെറ്റീരിയൽ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ലെവൽ 1 ലെവൽ 2 ഒക്കെ ചെയ്ത് വരുമ്പോൾ തന്നെ അത് എനിക്ക് തോന്നുന്നു ഈ മൊഡ്യൂൾ എക്സാം 2 ടൈപ്പ് നടത്തിനല്ലോ. ഒന്ന് സാധാ പോലെ, പിന്നെ ഇവരെ മെറ്റീരിയൽ ബേസ്ഡായി നടത്തിനല്ലോ. അപ്പോൾ മെറ്റീരിയൽ ബേസ്ഡ് നടത്തുമ്പോൾ നമ്മൾ ചെയ്തു പോകും, മെറ്റീരിയൽ ചെയ്ത് തീർക്കേണ്ടതെന്നുള്ള സ്പീഡിൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ ഹെൽപ്ഫുൾ ചെയ്യുന്നു എക്സാമിനായാലും എല്ലാത്തിനും. നിനക്കിപ്പോൾ എത്ര പിന്നെ അതിലേക്ക് 690 അല്ലേ? 710 696. ഞാൻ 3 പേരോടുകൂടി ഞാൻ സ്ഥിരം ചോദിക്കണ ക്ലാസ്സിൽ ചോദിക്കാറുള്ള ചോദിച്ചാൽ നിങ്ങളോട് ചോദിക്കട്ടെ, ഇതിൽ അറിയാത്ത ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങൾ ഇല്ലല്ലോ. അപ്പോൾ ഇനി പിന്നെ ഞാനത് എടുത്തു ചോദിക്കണമെന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന നമ്മുടെ മക്കൾക്കൊക്കെ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോൺഫിഡൻസോടുകൂടി പരീക്ഷ സമീപിച്ചു കഴിഞ്ഞാൽ പിന്നെ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അതല്ലേ ഇപ്പം നിങ്ങളൊക്കെ പിന്നെ വന്ന സമയത്ത് നിങ്ങൾ വളരെ ആശങ്കകളുണ്ടാവും, പരീക്ഷയ്ക്ക് ചിലപ്പോൾ മാർക്ക് കിട്ടാണ്ടിരിക്കും, ചിലപ്പോൾ ചീത്ത പറയും, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയാറുള്ള കാര്യമാണ്, അതായത് കോൺഫിഡൻസോടുകൂടി പരീക്ഷ എഴുതുക, പിന്നെ നെഗ്ലിജൻസ് കാണിക്കാണ്ടിരിക്കുക. നിന്റെ വിശേഷം പറയൂ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? 2 താത്താരുണ്ട്, ഒരു അനിയനുണ്ട്. അപ്പോൾ താത്തമാരെന്ത് ചെയ്യണു? താത്തമാര് കല്യാണം കഴിഞ്ഞ് ഒരു ഫാമിലി എത്തി. അനിയനോ? അനിയൻ 10th. അവനെ പിന്നെ അവൻ്റെ ഉദ്ദേശം എന്താ? അവൻ റേസിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? തീരുമാനമായിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, പിന്നെ റിസൾട്ട് വന്നപ്പം എന്ത് പറഞ്ഞു എല്ലാവരും? താത്തമാരും അനിയനും ഉമ്മയും എല്ലാവരും തീർച്ചയായിട്ടും സന്തോഷമാവും. നിന്നെക്കാളും സന്തോഷമായി. ഞാൻ നിന്നോട് അവരോട് ചോദിച്ച അതേ ചോദ്യം, അതായത് ബൈ ആൻഡ് ലാർജ് നോക്കുമ്പോൾ നിനക്ക് പിന്നെ എന്താ ഈ പരീക്ഷയുടെ റിസൾട്ടിൽ തൃപ്തിയാണ്. എക്സാമിന്റെ മുന്നേ ആണെങ്കിൽ ഞാൻ ഇത്ര സ്കോറൊന്നും പ്രതീക്ഷിച്ചില്ല. ഒരു 650 ഒരു 667 അങ്ങനത്തെ ഒരു റേഞ്ച് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ എക്സാം കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഉണ്ടായിരുന്നത്. സബ്ജക്ട്സിനോടുള്ള അഫിനിറ്റി ഏത് തരത്തില? അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയോട് തന്നെ ഇഷ്ടം. പക്ഷെ ബയോളജിയിൽ തെറ്റിക്കാറുണ്ട് പലപ്പോഴും. എക്സാമിനൊക്കെ ഇവിടുത്തെ എക്സാമിനെ കുറെ ബയോ ആണ് അധികം തെറ്റിക്കുക. കാരണം നമുക്ക് നല്ല പഠിച്ചിട്ട് തെറ്റുമ്പോൾ വിഷമം ഉണ്ടാകുന്നത് അത് ബയോളജിക്കാണ്. മറ്റേതൊക്കെ പിന്നെ അറിയാഞ്ഞിട്ടാണോ എന്നൊക്കെ വെക്കാം. പക്ഷെ ബയോ അങ്ങനെയല്ല, നമ്മൾ പഠിച്ച് നമ്മളെല്ലാം വായിച്ചിട്ടാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഇത് വരാറുണ്ട്. പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും ആദ്യം ഫിസിക്സ് ആയിരുന്നു എനിക്ക് ടഫ് ഉണ്ടായിരുന്നത്. പിന്നെ അപ്പൊ ഫിസിക്സിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തപ്പം ഫിസിക്സ് അവസാനത്ത് റെഡിയായി. കെമിസ്ട്രി കുറച്ചൊരു ഈ കഴിഞ്ഞ എക്സാമിന് കെമിസ്ട്രി ആണ് കുറച്ച് വന്നത്. നമ്മുടെ ഹോസ്റ്റൽ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചും നമ്മുടെ പരീക്ഷകളെ കുറിച്ചും പിന്നെ നമ്മുടെ മെറ്റീരിയൽസ് ഏതൊക്കെ എങ്ങനെയൊക്കെ നീ എല്ലാ പരീക്ഷകളും എഴുതിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ പിന്നെ മെറ്റീരിയൽസൊക്കെ നിങ്ങൾ പിന്നെ എല്ലാവരും നമ്മുടെ എയിംസിൻ്റെ മെറ്റീരിയലാണെങ്കിലും മെൻറ്ററൊക്കെ നിങ്ങൾ വർക്ക് ബുക്കൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിലെ പിന്നെ കണ്ടന്റ് വൈസ് ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ്, ഡൗട്ട് ക്ലിയറൻസ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എത്രത്തോളം പ്രയോജനപ്പെടുത്തി? ഹോസ്റ്റലിൽ നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളുടെ റുട്ടീൻ എങ്ങനെയായിരുന്നു? ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറ. മെറ്റീരിയൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ റേസിന്റെ മെറ്റീരിയൽസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതെന്നെ പിന്നെയും ചെയ്യും. എനിക്ക് ഒരു സാധനം പഠിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ഒന്നും കൂടി ആ ഒരു ചാപ്റ്റർ കൂടി നോക്കണം, എന്നാലേ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുള്ളൂ. അപ്പൊ ഞാൻ പിന്നെ ഈ മെൻറ്ററും മീൻസ് മെറ്റീരിയൽ അതന്നെയാണ് മെയിനായിട്ട് ചെയ്തത്. അവസാനത്തെ ഒരു ബുക്ക് മാത്രം റെഫർ ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയൊക്കെ ഇവിടുത്തെ മെറ്റീരിയൽ തന്നെയാണ് ചെയ്ത്. പിന്നെ ഹോസ്റ്റലിൽ പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. എനിക്ക് അവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടമാണ്, അടിപൊളിയാണ്. പിന്നെ പഠിക്കാൻ നമുക്ക് എവിടെ ഇരുന്ന് പഠിക്കേണ്ടി വെച്ചാൽ അതിനനുസരിച്ച് ടീച്ചേഴ്സ് നോക്കാനൊക്കെ വരും, അടിപൊളിയാണ്. പിന്നെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇനി സാറുമാരോ അല്ലെങ്കിൽ അവിടെയുള്ള കുട്ടികളോ എല്ലാവരും ഭയങ്കര ഇതായിരുന്നു. നിങ്ങൾ പരസ്പരം സപ്പോർട്ടീവ് ആയിരുന്നു.
അപ്പോൾ ഈ പരീക്ഷകൾ എഴുതുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതും കൂടി ആദ്യം സ്മിഷോ എന്ന് പറഞ്ഞ് വൈ ഇസ് ഇറ്റ് ദാറ്റ് ടു പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നിങ്ങൾ 3 പേരും നന്നായിട്ട് സ്കോർ ചെയ്തേക്കണവരാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നതാണ്, അതായത് ബീയിങ് വിക്ടോറിയസ്, നിങ്ങൾ പറയുന്നതാണ് കൂടുതൽ എല്ലാവരും മുഖവിലേക്ക് എടുക്കുക. അതുകൊണ്ട് പരീക്ഷ എഴുതുക എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ്, പിന്നെ ഈ മെറ്റീരിയൽസ് നമ്മൾ പഠിക്കുന്നതിൻ്റെ ചിട്ട, റിവൈസ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നീ എന്താ ചെയ്തത്? നിങ്ങൾ 3 പേരും എങ്ങനെയാണ് അത് ചെയ്തിരുന്നത് എന്നുള്ളത് കൂടി ഒന്ന് പറഞ്ഞേ. ഞാൻ ലാസ്റ്റ് ഇങ്ങനെ എക്സാം തുടങ്ങിയ ടൈമിൽ പഠിച്ചിരുന്നത് ഫുള്ള് പരീക്ഷയ്ക്ക് തെറ്റുന്നതാണ് പഠിച്ചിരുന്നത്. അപ്പോൾ പിന്നെ പഠിക്കുന്ന ഒരിക്കലും മറക്കില്ല, നല്ല ഓർമ്മയിൽ നിൽക്കും. അങ്ങനെ എനിക്ക് ഇപ്പോൾ കെമിസ്ട്രി കുറേ തെറ്റുണ്ടെങ്കിൽ കെമിസ്ട്രി പഠിക്കും ആ ഒരു കുറച്ച് ദിവസം. അങ്ങനെ ഞാൻ ചെയ്തിരുന്നത്. അതുകൊണ്ടായിരിക്കും ഒന്നുകൂടി ലാസ്റ്റ് ടൈം എനിക്ക് എഫക്റ്റീവായി തോന്നിയത്. പിന്നെ ഞാൻ റിവൈസ് ചെയ്യുന്ന ബുക്കിൽ ഞാൻ ആ തെറ്റിയ പോയിൻ്റൊക്കെ ആഡ് ചെയ്യും. തിയറി ആണെങ്കിൽ ആ ബുക്കിൽ ആഡ് ചെയ്യും. ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മറക്കില്ലല്ലോ. അപ്പം എനിക്ക് തോന്നിയ ഈ എത്ര വായിക്കുന്നതിനേക്കാളും എത്രയോ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇവിടുന്ന് തന്നിട്ടുള്ള മോക്ക് ടെസ്റ്റിന്റെ പേപ്പറൊക്കെ 2 വട്ടമെങ്കിലും ചെയ്തിട്ടുണ്ടെന്നാണ്. എല്ലാ ക്വസ്റ്റ്യനും ഇല്ല, പക്ഷെ തെറ്റിയതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ മറ്റുള്ള പേപ്പറൊന്നും അങ്ങനെ നോക്കിയിട്ടില്ല. 2-3 നോക്കിയിട്ടുണ്ടാവുന്നില്ല. പിന്നെ നല്ല ഇതായിരുന്നു, ലൈക്ക് ഇവിടുത്തെ NCERT ബേസ്ഡ് ചെയ്യുന്നല്ലോ ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പം നമുക്ക് അങ്ങനെ തെറ്റിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും NCERT ഉള്ള തെറ്റിച്ചത്, അപ്പോൾ അതൊന്നും കൂടി നോക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചുകൂടി അലേർട്ട് ആവും. NCERT ഉള്ളത് അപ്പോൾ കുറച്ചുകൂടി കോൺഷ്യസ് ആവും. NCERT ഉള്ളത് തെറ്റിക്കുന്നുണ്ട്, അപ്പോൾ അത് ഇനിയും വായിക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് നമുക്ക് തന്നെ ഒരു ഇത് വരും ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് തെറ്റിക്കുമ്പോൾ. പിന്നെ ബയോ ഒക്കെ തെറ്റിച്ച ക്വസ്റ്റ്യന് പിന്നെ മാർക്ക് ചെയ്യും, ടെക്സ്റ്റിൽ മാർക്ക് ചെയ്തിട്ട് വെക്കും. പിന്നെ അത് വായിക്കും, അങ്ങനെ ചെയ്യില്ല. നീ എത്രത്തോളം പരീക്ഷകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു? ആ പരീക്ഷകളിലെ ക്വസ്റ്റ്യൻസ് നീ എങ്ങനെയാണ് പിന്നെ അത് കൈകാര്യം ചെയ്തിരുന്നത്? എങ്ങനെയാണ് അതിൽ ഇത് വെച്ച് എങ്ങനെയാണ് റിവൈസ് ചെയ്തിരുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയും. ആദ്യം തൊട്ട് ഡെയിലി എക്സാം തൊട്ട് അതിനെ നമ്മൾ ഓരോരോ പടിയിൽ ഇങ്ങനെ കയറുന്ന പോലെ തന്നെയാണ്. ഡെയിലി എക്സാം, വീക്ക്ലി, മന്ത്ലി, അങ്ങനെ തന്നെയാണ് നമ്മൾ എക്സാം എഴുതിയിട്ട് തന്നെയാണ് ഓരോന്ന് പഠിച്ചു വന്നത്. പിന്നെ അവസാനത്തെ ഫുൾ ടോപ്പിക്സ് എക്സാം പറഞ്ഞാല് ഇപ്പൊ നമുക്ക് എക്സാം നീറ്റ് എക്സാമിന്റെ പോലെ തന്നെയായിരുന്നു. കാരണം കുറെ മീൻസ് ആ ലാസ്റ്റത്തെ എക്സാം ഒക്കെ നമുക്ക് ഒരു കോൺഫിഡൻസ് നല്ലോണം ബൂസ്റ്റ് ചെയ്ത് നമുക്കൊക്കെ എല്ലാവരും ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്കൊരു മാർക്ക് വാങ്ങുമ്പോഴും കുറയുമ്പോഴും ഒക്കെ ആയാലും കുഴപ്പമില്ല, നമുക്ക് വാങ്ങാൻ പറ്റും, നേടാൻ പറ്റും എന്നുള്ള ഒരു ഇത് തന്നെ. ഏപ്രിൽ 28-ാം തീയതി അല്ലായിരുന്നു നമ്മളെ നീറ്റ് വേവ് പരീക്ഷ. നീറ്റ് വേവ് എക്സാമിനേഷന്റെ എന്താ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ശരിക്കും നീറ്റ് കഴിഞ്ഞ പോലെ ഹാളിലിരുന്നപ്പോ ഞാൻ നീറ്റ് എഴുതിയ പോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ടെൻഷൻ, ചെറിയ രീതിയിൽ ടെൻഷനൊക്കെ വന്ന് പക്ക നീറ്റ് എഴുതണ പോലെ തോന്നിയ. അപ്പൊ ഇങ്ങനത്തെ പ്രത്യേകിച്ച് നമ്മൾ ശരിക്കും 3 മണിക്കൂർ 20 മിനിറ്റ് എന്നൊക്കെ പറയാം, പക്ഷെ 3 മണിക്കൂറല്ലേ കിട്ടണം. ഇവര് ഒരു ടൈം എടുക്കണ്ടല്ലോ ഓനെ സൈൻ ചെയ്യാനെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ വരുമ്പോ നമുക്ക് ടെൻഷനാവും. അപ്പൊ അത് നമ്മൾ ഒരു വട്ടം ഫേസ് ചെയ്തുകൊണ്ട് നീറ്റ് എഴുതുമ്പോ അങ്ങനെ എക്സ്പെക്ട് ചെയ്യണം നമ്മള്. അപ്പൊ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നീറ്റ് വേവ് ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നി നമുക്ക്. എക്സ്പീരിയൻസ് എന്താ നീറ്റ് വേവിനെ കുറിച്ച്? എനിക്ക് അതന്നെ പറയാനുള്ളത്. നീറ്റിന് ഒരാഴ്ച മുന്നേ ആയിരുന്നു, കറക്റ്റ് എക്സാമിന്റെ അതേപോലെ ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറും ഏകദേശം അതേപോലെ തന്നെ ആയിരുന്നു എനിക്ക് തോന്നുന്നത്. അപ്പൊ എനിക്കെല്ലാം യൂസ്ഫുൾ ആയിട്ടുണ്ട് അതെന്തായാലും. അങ്ങനത്തെ ഞാൻ ആ സമയത്ത് വീട്ടിലായിരുന്നു. അപ്പൊ വീട്ടിൽ നിന്ന് സെന്ററിൽ മലപ്പുറം അവിടെ സെന്ററിൽ പോയിട്ട് എഴുതിയപ്പോ ഒരു പോകുമ്പോഴും ഒക്കെ നമുക്ക് ആ ഒരു എക്സാമിന് പോകുമ്പോൾ ആ പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എക്സാക്ട് എക്സാമും അടിപൊളിയായിരുന്നു. നീറ്റ് ഒരു ഒരാഴ്ച കഴിഞ്ഞു ഒറിജിനൽ നീറ്റ് പരീക്ഷയ്ക്ക് നിന്റെ ആഗ്രഹം എന്താ? എവിടെ കിട്ടണം, എവിടെ കിട്ടണം, എന്ത് പഠിക്കണം വെച്ചാൽ എന്ത് പഠിക്കണത് MBBS അതല്ല, എവിടെ കിട്ടണം എന്നുള്ളതാണ് നിന്റെ ഏറ്റവും ആഗ്രഹം. അങ്ങനെയൊന്നും ഇല്ലാതാ? നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാൻ എത്രത്തോളം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവാ അത്രത്തോളം നല്ലത് തീർച്ചയായിട്ടും. എന്താ നാദിയ നിനക്ക് പറയാനുള്ളത്? ഇതില് ഞാൻ കാര്യപ്പെട്ടെ ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ MBBS ചേർന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ധാരാളം പഠിക്കാനുണ്ട്. അത് കഴിയുമ്പോ ഇനി ഒരു 5 വർഷം കഴിയുമ്പോ ഇതേപോലെ ഇനിയും അടുത്ത എൻട്രൻസ് എക്സാമിനേഷൻ എഴുതേണ്ടതാ. അപ്പൊ എനിക്ക് നിങ്ങളോടൊക്കെ ഇപ്പോഴേ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ടു ഓൾ മൈ സ്റ്റുഡൻസ്, ഇനി MBBS പഠിക്കാൻ പോകുന്നവർ ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ ക്യാമ്പസ് ലൈഫ്, കോളേജ് ലൈഫിലേക്ക് പോവുക. തീർച്ചയായിട്ടും ഈ ഡെഫിനറ്റ്ലി ക്യാമ്പസ് ലൈഫൊക്കെ എൻജോയ് ചെയ്യുന്നതോടൊപ്പം
ഡെഫിനറ്റ്ലി യു ഷുഡ് ബി ഫോക്കസിങ് ഓൺ യുവർ അക്കാഡമിക്സ് ഓൾസോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു ഘട്ടത്തിൽ അടുത്ത MBBS കഴിഞ്ഞ് നിങ്ങൾ PG എൻട്രൻസ് എഴുതുമ്പോഴത്തേക്കും ആ സമയത്ത് റിപ്പീറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, PGക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കണം. അപ്പം സാധിക്കട്ടെ. ഏതായാലും നമുക്ക് വളരെ സന്തോഷകരമായി ഉള്ള ദിവസങ്ങളാണ്. ഇനിയും ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇനി വരാനുണ്ട്. നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് വിൽ ബി മീറ്റിംഗ് ദം ഓൾസോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിജയഗാഥകൾ ഇനിയും മുന്നോട്ട് പോട്ടെ. വലിയ വലിയ വിജയങ്ങൾ എല്ലാവർക്കും നേടാൻ സാധിക്കട്ടെ. അതുവഴി നിങ്ങളുടെ കുടുംബത്തിനോടൊപ്പം പ്രൈസും അഭിമാനം കൊള്ളാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു.